ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കല്യാണം കഴിക്കുന്നത് എന്തിന്? അതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. കല്യാണം കഴിക്കണത് എന്തിന് നോക്കുമ്പോൾ പലർക്കും ഒരു മൈൻഡിൽ വരുന്ന സാധനം കല്യാണം കഴിക്കണത് പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും. നിങ്ങളുടെ മൈൻഡിൽ കല്യാണം കഴിക്കുക എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മൈൻഡിൽ ഓടി വരുന്ന സാധനമാണെങ്കിൽ, പറയാൻ പറ്റുന്ന സാധനമാണെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തുക. കല്യാണം കഴിക്കണത് ചില ആളുകൾക്ക് ഒരു സമയത്ത് അവരവരുടേതായ ഫിസിക്കൽ ആയിട്ടുള്ള കുറേ ഗുണ്ടാപ്പി പരിപാടികളൊക്കെ സാറ്റിസ്ഫൈ ചെയ്യാന്നുള്ളൊരു സംഗതിയായിരിക്കാം. ചില ആളുകൾക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പാർട്ട്ണറെ വേണം. അതായത് മാനസികമായിട്ടും ശാരീരികമായിട്ടും എന്തെങ്കിലും വർത്തമാനം പറയാനും ഒക്കെ നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്ന, നമുക്ക് സ്നേഹിക്കാനുള്ള ഒരാളെ, അങ്ങനെ ഒരു സാധനമൊക്കെ ആയിരിക്കാം. ചില ആൾക്കാർ കല്യാണം കഴിക്കാനുള്ള പ്രായമായി ആൾക്കാർ ചോദിക്കുന്നത് ആൾ കെട്ടുന്നില്ലേ, അങ്ങനെ ഒരു സംഭവമായിരിക്കും. കല്യാണം കഴിക്കാണ്ട് കിടന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നാട്ടിൽ അവനെന്തോ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഇവൾക്കെന്തോ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ വേറെ എന്തോ ഉടായ്പുണ്ട്, വേറെ എന്തോ പോക്ക് കേസ് പരിപാടിയാണ്, അങ്ങനെ പലതായിരിക്കാം. അങ്ങനെ പല പ്രഷറും കൊണ്ടും പല ഉടായ്പകൾ കൊണ്ടും പല പ്രാന്ത് കൊണ്ടും പല പൊരിച്ചിലും കൊണ്ടൊക്കെ ആയിരിക്കും പലരും കല്യാണം കഴിക്കേണ്ടതായിരിക്കുക. അപ്പോൾ ചില ആളുകൾ കല്യാണം കഴിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ചില ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടായിരിക്കും, ചിലർ ശാരീരികമായ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടായിരിക്കും അല്ലേ. എന്തായാലും കല്യാണം കഴിക്കുമ്പോൾ കല്യാണവുമായി ബന്ധപ്പെട്ടുള്ള കുറേ കാര്യങ്ങൾ, കോപ്രായങ്ങൾ, കാട്ടിക്കുട്ടലുകൾ, ചിലവർക്ക് ഇത് കോപ്രായം കാട്ടിക്കുട്ടലൊക്കെ ആണെങ്കിലും വേറെ ചില ആളുകൾക്ക് ഇത് ഒരു ആവശ്യങ്ങൾ, അത്യാവശ്യങ്ങളൊക്കെ ആയിരിക്കും അല്ലേ. അപ്പം നമ്മൾ സ്ത്രീധനത്തിൻ്റെ കാര്യം പറയുന്ന സമയത്ത് ആളുകളൊക്കെ സ്ത്രീധനത്തിന് എതിരാണ്. പക്ഷെ ഇവർ ഗിഫ്റ്റ് എന്നുള്ള രീതിയിൽ പെണ്ണിനും ചെക്കനും ഒക്കെ, അതായത് ആര് ഗോൾഡ് ഇട്ടാണെങ്കിലും സ്വർണം കാശ് വാങ്ങുകയാണെങ്കിൽ എന്ത് തേങ്ങയിലും ഇതൊക്കെ ഒരു സ്ത്രീധനം എന്നുള്ള രീതിയിൽ പറയില്ലെങ്കിലും ഗിഫ്റ്റ് എന്നൊക്കെ പറയേണ്ട സംഭവം സ്ത്രീധനമൊക്കെ തന്നെ ആയിരിക്കും. അപ്പം ഇങ്ങനെ ഒരു കാശ് കിട്ടാനും കുറേ സ്വത്ത് കിട്ടാനും ഭൂമി കിട്ടാനും ഒക്കെ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും. ചില ആൾക്ക് കല്യാണം കഴിക്കുമ്പോൾ ചന്തള്ള ചെക്കനെ കിട്ടണം, ചന്തള്ള പെണ്ണിനെ കിട്ടണം, അല്ലെങ്കിൽ അങ്ങനെ പല സംഭവമായിരിക്കും. ചില ആളുകളൊക്കെ സഹിച്ചിട്ടില്ലേ, അവർക്കെന്താ വെച്ചാൽ കൂടെ കൊണ്ടു നടക്കാൻ ഒരുത്തി അല്ലെങ്കിൽ ഒരുത്തം വേണം. ഇവർക്ക് വേറെ ഉടായ്പ എക്സ്ട്രാ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇവരെതിരെ ഒരു കല്യാണം കഴിക്കുന്നത് അത് അവർക്ക് അവരുടേതായ ശരികളും സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ചിലവർ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ആക്രാന്തങ്ങൾ ചെയ്തിട്ട് ഏറ്റവും അവസാനം അബദ്ധങ്ങളിൽ പോയി ചാടുന്ന ടീംസ് ഉണ്ടായിരിക്കും. നമ്മൾ കുറേ വാർത്തകളും ഒക്കെ കേൾക്കണതൊക്കെയാണല്ലോ. അപ്പോൾ എന്തായാലും കല്യാണം എന്നുള്ളൊരു സമ്പ്രദായം, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ കല്യാണം കഴിക്കാത്തത് പല കാരണങ്ങൾ കൊണ്ടാണ്. ഒന്നാമത്തെ കാര്യം പേടിയാണ്, രണ്ടാമത്തെ കാര്യം വേറെ കുറേ സത്യത്തിൽ പേടിയാണ്, അതാണ്. പിന്നെ കല്യാണം കഴിക്കാനുള്ള ഒരു യോഗ്യത എനിക്കുണ്ട് എനിക്ക് തോന്നുന്നില്ല. അതിലുള്ളൊരു ബോധവുമില്ല, ഒരു സാധനവുമില്ല. ഇന്നെ കല്യാണം കഴിക്കണപ്പെട്ട് ഒരുപാട് അനുഭവിക്കുകയും ചെയ്യും. ഞാനൊരു പ്രാന്തരാണ്, അങ്ങനെയുള്ളതുകൊണ്ടാണ് നമ്മൾ കല്യാണം കഴിക്കാത്തത്. പിന്നെ കാശുള്ളവർ കല്യാണം കഴിക്കുക, എൻ്റെ കയ്യിൽ കാശില്ല. അപ്പോൾ വെറുതെ കല്യാണം കഴിച്ചിട്ട് എന്താ പറയുക, മൊത്തത്തിൽ അവനവൻ്റെ കാര്യം വൃത്തിയായി നോക്കേണ്ട ഒരു പെണ്ണിന് മാത്രമേ എൻ്റെ കൂടെ ജീവിക്കാൻ പറ്റുള്ളൂ. അത് ആളുകൾ ഇപ്പോൾ നെഗറ്റീവായിട്ട് എന്ത് തേങ്ങ പറഞ്ഞാലും അവനവൻ്റെ കാര്യം നോക്കുക. നമുക്ക് വ്യക്തിത്വം അല്ലെങ്കിൽ ഇൻഡിവിജ്വാലിറ്റി പഠിക്കുക, ജോലി വാങ്ങുക, സ്വന്തം കാര്യം നോക്കുക. അതിൻ്റെ ഇടയിൽ ഒരു പാർട്ട്ണർഷിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡിവിജ്വാലിറ്റി വിട്ടുള്ള കളിയൊന്നും ഉണ്ടാവില്ല. നമ്മൾ ഈ ത്യാഗം ചെയ്യാനും ചെറിയ രീതിയിൽ ത്യാഗം ചെയ്യാനും അല്ലെങ്കിൽ പരസ്പരം സപ്പോർട്ട് ചെയ്യാനും ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിലൊക്കെ ചെയ്യാം. അങ്ങനെയുള്ള ആരെങ്കിലും ഒരുത്തി വരികയാണെങ്കിൽ ഒക്കെ അടിപൊളിയായിട്ട് പോവുക എന്നുള്ള സാധനമാണ്. ഇൻഡിവിജ്വാലിറ്റി, വ്യക്തിത്വം മുഖ്യം മുമ്പിലെ. അപ്പോൾ അവിടെ പറഞ്ഞു വരുന്നത് എന്തിനാണ് ഒരാൾ കല്യാണം കഴിക്കുന്നത്? അതിപ്പോൾ ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ അല്ലെങ്കിൽ ഏത് ജെൻഡർ ആയിക്കോട്ടെ, കല്യാണം കഴിക്കുന്നത് എന്തിനാണ്? ഇപ്പോൾ നമ്മളൊരു കല്യാണപ്രായം എന്നൊക്കെ പറഞ്ഞിട്ട്, ഒരു ലീഗൽ കല്യാണപ്രായം എന്നൊക്കെ പറഞ്ഞിട്ട് പലതും നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അല്ലേ. ഇത് എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇങ്ങനെ കല്യാണപ്രായം എന്നുള്ളൊരു സാധനം വെച്ചിട്ടുണ്ടായിരിക്കും? അല്ലെങ്കിൽ ഒരാൾ കല്യാണപ്രായം ആയി അല്ലെങ്കിൽ പ്രായപൂർത്തിയായി, കല്യാണം കഴിക്കാറായി, പ്രായപൂർത്തിയാവില്ല, കല്യാണം കഴിക്കാനുള്ളൊരു ആയി എന്ന് ഒരാൾക്ക്, വീട്ടുകാർക്ക്, നമ്മുടെ ഫ്രണ്ട്സിന് അല്ലെങ്കിൽ നമുക്ക് തോന്നുന്നത് എന്തൊക്കെ മാനദണ്ഡങ്ങൾ വെച്ചിട്ടായിരിക്കാം? ഇത് ആലോചിക്കുമ്പോൾ രസമാണില്ല, ഒരു എത്തുപിടിയത് കിട്ടാത്ത സാരങ്ങളൊക്കെ ആയിരിക്കും. നമുക്കിതിനൊന്നും ഉത്തരങ്ങൾ വേണമെന്നൊന്നുമില്ല പലപ്പോഴും. നമ്മൾ കുറേ ഇങ്ങനെ ആലോചിക്കുക, കുറേ ആലോചിച്ച് പ്രാന്താവും. അപ്പം പിന്നെ ആലോചന നിർത്തുക, കുറച്ച് പച്ചട കഴിക്കുക, എന്നിട്ട് വീണ്ടും ആലോചിക്കുക, അവരവരെ പണി ചെയ്യുക, ഇങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ. അപ്പോൾ പല ആളുകൾക്കും ഇപ്പോൾ നമുക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ നമുക്കുണ്ടായിരിക്കും അല്ലേ. ഒരാഗ്രഹം നല്ല ഇഷ്ടം പോലെ ആഗ്രഹമുണ്ട്. ഒരാഗ്രഹം തീരുമ്പോഴേക്ക് അടുത്ത ആഗ്രഹം വരുന്നുണ്ടായിരിക്കും. ചില ആഗ്രഹങ്ങളൊക്കെ നടക്കും, ചിലത് നടക്കില്ല. ചിലർക്ക് ഒരുപാട് യാത്ര ചെയ്യാനായിരിക്കും, ഭക്ഷണം കഴിക്കാനായിരിക്കാം,
അല്ലെങ്കിൽ പറഞ്ഞ മാതിരി കുറേ സെക്സ് ചെയ്യാനായിരിക്കാം, അല്ലെങ്കിൽ ഇതെല്ലാം വേണം, നല്ലൊരു വീട് വെക്കണം എന്ന സംഭവമായിരിക്കാം, അല്ലെങ്കിൽ ചില ആളുകൾക്ക് ആത്മീയതയായിരിക്കാം, ചില ആളുകൾക്ക് രാഷ്ട്രീയമായിരിക്കാം, ചില ആളുകൾക്ക് നാട്ടിലെ ഉത്സവങ്ങൾ, ഫുട്ബോൾ, ക്രിക്കറ്റ്, വടംവലി, ഷട്ടിൽ, ഇങ്ങനെ എന്തെങ്കിലും ചെസ്സ്, ക്ലബ്ബ്, ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ ആയിരിക്കാം. ചില ആൾക്ക് ഇതെല്ലാം കൊണ്ടുവരും. ചില ആളുകൾക്ക് ഇതിലൊന്നും താല്പര്യം ഉണ്ടാവില്ല, വേറെ എന്തെങ്കിലും കഞ്ചാവ് അത് ഇത് സാധനങ്ങൾ പരിപാടി ആയിരിക്കാം, വെള്ളടിയൊക്കെ ആയിരിക്കാം. ചില ആൾക്ക് നല്ലൊരു ഫാമിലി ലൈഫായിരിക്കാം, ചില ആൾക്ക് ഒരു കുട്ടിയെ ദത്തെടുക്കണമെന്നായിരിക്കാം, ചില ആളുകൾക്ക് ഏതെങ്കിലും ഒരു ഫീൽഡിൽ കാര്യമായി കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്നായിരിക്കാം. അതിപ്പോൾ എഴുത്തായിരിക്കാം, സിനിമയായിരിക്കാം, നാടകമായിരിക്കാം, പലതുമായിരിക്കാം അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കല്യാണം എന്നുള്ളൊരു സാധനം കൂടി വരുന്ന സമയത്ത് പല ആളുകൾക്ക് എന്താ വെച്ചാൽ അവരുടേതായ രീതിയിൽ ഇപ്പോൾ ഒറ്റയ്ക്ക് പറന്ന് നടക്കണമെന്നൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കല്യാണം എന്നുള്ളൊരു സാധനം വരുമ്പോൾ പലർക്കും ഇതൊരു തടസ്സമായിട്ടൊക്കെ വരലുണ്ട് അല്ലേ. പിന്നെ വേറൊരു കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാനത് പറയുന്നത് വളരെ റാൻഡമായിട്ട് അവിടെയും ഇവിടെയൊക്കെ തട്ടിത്തടഞ്ഞിട്ട് ചില സാധനങ്ങളാണ്. ഇതെല്ലാം കൂടി ഒന്ന് ക്ലബ് ചെയ്തിട്ട് നമുക്ക് അവസാനം എത്തിക്കാൻ പറ്റുമെന്ന് നോക്കാം. ഒരു ശ്രമമാണിത്. ഇതിങ്ങനെ കൃത്യമായി പ്ലാൻ ചെയ്തിട്ട് ഇങ്ങനെ 1 to 1 എന്നുള്ള രീതിയിലല്ല നമ്മുടെ ചിന്തകൾ ഇവിടെ ഈ വീഡിയോയിൽ വരുന്നത്. ഇതിൻ്റെ സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം എനിക്ക് കൗതുകപരമായിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഈ ഡിവോഴ്സ് റേറ്റ് ഏറ്റവും കൂടുതൽ കാണുന്നത് ലവ് മാരേജിലാണ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്കറിയില്ല എന്താ അവസ്ഥ. അപ്പോൾ എങ്ങനെയാണ് പരസ്പരം ഇഷ്ടപ്പെട്ടിട്ട് കുറച്ച് കാലം ജീവിച്ച ആളുകൾ ഒരുമിച്ച് ജീവിച്ചു തുടങ്ങുമ്പോൾ കല്യാണം കഴിക്കുന്ന സമയത്ത്, കല്യാണം കഴിച്ചതിന് ശേഷം ഇവർക്ക് മടുക്കുന്നത്, അല്ലെങ്കിൽ ഇത് ശരിയാവില്ല, നമുക്ക് ഡിവോഴ്സ്ഡ് ആവാം, അവരവരുടെ വഴി എന്ന് തോന്നുന്നത് എങ്ങനെയായിരിക്കും? പ്രത്യേകിച്ച് ഈ ലിവിങ് ടുഗദറിൻ്റെയൊക്കെ ഒരു ടൈമിൽ, ഇപ്പോൾ മുമ്പ് എന്നൊക്കെ പറഞ്ഞാൽ കല്യാണം കഴിക്കുമ്പോൾ പലർക്കും എന്താ വെച്ചാൽ, ഇപ്പോൾ പണ്ടത്തെ കാലങ്ങളിൽ എനിക്കറിയില്ല, ഞാൻ കേട്ടിട്ടുള്ള സാധനമാണ്, കല്യാണ സമയത്തൊക്കെ പെണ്ണിനെ കാണുന്നുണ്ടായിരിക്കാം. ഇപ്പം അങ്ങനെയല്ലല്ലോ. ഫോണും സാധനങ്ങളൊക്കെ വരുമ്പോൾ നേരത്തെ കുട്ടി ആളെ അറിയാം, അല്ലെങ്കിൽ ഫിസിക്കലായിട്ടുള്ള ഇവരൊരു കോമ്പാറ്റബിലിറ്റി എത്രത്തോളം ഇവർ സെറ്റാണെന്ന് നേരത്തെ കുട്ടി അറിഞ്ഞിട്ടുണ്ടായിരിക്കാം. ഇവരെ ജോലി, കരിയർ തമ്മിൽ കോമ്പാറ്റബിൾ ആണോ സെറ്റാണോ എന്ന് ഒക്കെ ആലോചിച്ചിട്ട് പലരും സാമ്പത്തികം, കളറ്, ചിലർ കാസ്റ്റ്, റിലീജിയൻ, പലരും അല്ലേ, ഇത് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കും പലരും കല്യാണം കഴിക്കുന്നത്. ചില ആളുകൾക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എന്നുള്ള മാനദണ്ഡങ്ങളൊന്നും ഉണ്ടാവില്ല, മാനസികമായിട്ടുള്ളൊരു ഐക്യം ഉണ്ടായാൽ മതി എന്നുള്ളൊരു സംഭവമായിരിക്കും. പക്ഷെ എന്തായാലും ഈ പ്രേമിച്ച് നടന്നതിന് ശേഷം പ്രേമിച്ചിട്ട് നടക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രേമിച്ച് നടന്നാൽ മതി, നമുക്ക് കല്യാണം കഴിക്കേണ്ട തോന്നുന്നതുകൊണ്ടായിരിക്കും. ചില ആളുകൾ ശ്രദ്ധിച്ചില്ലേ, അവർ കല്യാണത്തിന് മുമ്പൊന്നും ഈ പറയുന്ന മാതിരി വലിയ, അതായത് കല്യാണം കഴിക്കണം, ഒരു സമയം പ്രൊപ്പോസൽ ഒരു കല്യാണം കഴിക്കണം, അതിൻ്റെ ഇടയിൽ ഒരു സംസാരിക്കണം, എന്നിട്ട് കല്യാണം കഴിക്കണം കഴിച്ച് ചിലപ്പോൾ ഒരു ഭയങ്കര സിംഗായിരിക്കുന്നുണ്ടായിരിക്കും അല്ലേ. ചിലപ്പോൾ അപ്പോഴായിരിക്കും പ്രേമിച്ച് തുടങ്ങുന്നുണ്ടായിരിക്കും. ചില ആളുകൾ എന്ന് പറയുകയാണെങ്കിൽ ഭാര്യ ഭർത്താവൊക്കെ നല്ല കമ്പനി ആയിരിക്കും, പക്ഷേ രണ്ടെണ്ണത്തിന് എക്സ്ട്രാ പറഞ്ഞിട്ട് വേറെ റിലേഷൻഷിപ്പുകളുണ്ടായിരിക്കും, പൂർവ്വകാമുകന്മാർ, കാമുകിമാർ, അത് ഇത് പരിപാടികളൊക്കെ. കുട്ടികളൊക്കെ ആയിട്ടായിരിക്കും ചിലപ്പോൾ ഉടായ്പ് അല്ലെങ്കിൽ പരിപാടികളൊക്കെ ഉണ്ടായിരിക്കും. ഒക്കെ അവരുടേതായി ചിലപ്പോൾ ഏകാന്തത കൊണ്ടാണ്, അതാണ് ഇതാണ്, ഞങ്ങൾ കോമ്പാറ്റബിൾ അല്ല, സംശയരോഗമാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനെ വരുമായിരിക്കും. ചില ആളുകൾക്ക് ഓഫീസിൽ അവരുടേതായ ഉടായ്പ് അങ്ങനെയുള്ള സംഭവങ്ങൾ, കണക്ഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും. പിന്നെ ബെസ്റ്റി എന്നുള്ളൊരു ഏർപ്പാടുണ്ടല്ലോ. ഈ ബെസ്റ്റി എന്ന് പറയുന്നത് നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കണമെങ്കിലും പല ആളുകളും ഇത് വേറെ കുറേ ഫ്രസ്ട്രേഷൻ തീർക്കാനുള്ള, ഏകാന്തത തീർക്കാനുള്ള, അല്ലെങ്കിൽ എൻ്റെ ശരീരം, എൻ്റെ അവകാശം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള സംഭവം. ചില ആൾക്ക് കല്യാണം കഴിക്കുമ്പോൾ വൃതിനായിരിക്കണം എന്നുള്ളൊരു സംഗതി. ചില ആളുകൾക്ക് അത്യാവശ്യം അതായത് ഈ പ്ലേ ബോയ്സിനെ പ്രേമിക്കുമ്പോൾ കല്യാണം കഴിക്കില്ല എന്നുള്ളൊരവസ്ഥയായിരിക്കും, അല്ലെങ്കിൽ പ്ലേ ഗേൾസ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ. ചില ആളുകൾക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഒരുപാട് കറങ്ങി തിരിഞ്ഞ് കുറേ പരീക്ഷണങ്ങളിലൂടെ, മാനസികമായിട്ട് ശാരീരികമായിട്ട് പരീക്ഷണങ്ങളോട് നടന്നു പോയിട്ടുള്ള ഒരുപാട് റിലേഷൻഷിപ്പുകൾ ഉണ്ടായിട്ടുള്ള, കുറേ തേപ്പ് കിട്ടിയിട്ടുള്ള അങ്ങനെയുള്ള ഒരാളെ മതി എന്നുള്ളൊരു അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ടായിരിക്കും അല്ലേ. ചില ആളുകൾക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യക്തിത്വബോധം നന്നായിട്ടുള്ള, ജോലിയുള്ള, കൃത്യമായ ഒരു അഭിപ്രായമുള്ള, വ്യക്തമായ ഒരു അഭിപ്രായമുള്ള, ഓപ്പൺ മൈൻഡഡായ അങ്ങനെയുള്ള ആളുകളെ വേണം. ഇതിലേതെങ്കിലും ഒരു ക്രൈറ്റീരിയ, മാനദണ്ഡം സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരാളായിരിക്കണം, അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ടായിരിക്കും അല്ലേ. എന്തായാലും എങ്ങനെയുള്ള ആളുകളായാലും കല്യാണം കഴിക്കണത് എന്തിനാണ്? അപ്പോൾ സംഭവത്തിലുള്ളൂ. ഇത് ആലോചിക്കുമ്പോൾ ഞാൻ ഇപ്പം എന്തൊക്കെ പറഞ്ഞത്, അതായത് കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ ചില ആളുകൾക്ക് ഒരു കുടുംബം ഉണ്ടാവുക, അല്ലെങ്കിൽ കുട്ടികളുണ്ടാവുക, സന്തോഷത്തോടെ ജീവിക്കുക എന്നായിരിക്കാം പലർക്കും. പക്ഷേ പല ആളുകൾക്കും അങ്ങനെയില്ല. കല്യാണം കഴിക്കുക എന്ന് പറയുമ്പോൾ അതായത് നമുക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിട്ടെന്നാൽ പിന്നെ ആ സുഹൃത്ത് ബന്ധമായിട്ട് പോയ പോലെ പിന്നെ ഇതിന് കല്യാണം കഴിക്കണം, നിയമപരമായിട്ടുള്ള ഒരു പരിരക്ഷ കിട്ടുക, നിയമപരമായ ഒരു ഉറപ്പ് കിട്ടുക, അങ്ങനെ ഒരു സാധനമായിരിക്കും പലർക്കും കല്യാണം കഴിക്കാനുള്ള ലെവലിലാണ്. അല്ലെങ്കിൽ പിന്നെ വല്ല ലിവിങ് ടുഗദറോ ഒഫീഷ്യൽ അല്ലാത്ത എന്തെങ്കിലും റിലേഷൻഷിപ്പോ അങ്ങനെയൊക്കെ ആയിട്ട് പോയവർ പിന്നെ എന്താ കല്യാണം കഴിക്കുന്നത്. പല ആളുകൾക്ക് വീട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടി, നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടി, ഫാമിലിയിലെ ആളുകളെ ബോധിപ്പിക്കാൻ വേണ്ടി
കൊളീഗ്സിൻ്റെ മുന്നിൽ ഇതാണ് എൻ്റെ വൈഫ് എന്ന് കാണിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഇതാണ് എൻ്റെ ഹസ്ബൻഡ് എന്ന് കാണിക്കാൻ വേണ്ടി, ഇതാണ് എൻ്റെ പാർട്ട്ണർ എന്നുള്ള രീതിയിൽ കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും അല്ലേ. അതെന്തായിക്കോട്ടെ, ഇവിടുത്തെ സംഭവം എന്താ വെച്ചാൽ കല്യാണം കഴിക്കുന്ന ആളുകളോ കല്യാണം കഴിക്കുക, ഡിവോഴ്സ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ ഡിവോഴ്സ് ചെയ്യുക, പരസ്പരം സെറ്റാവിട് തോന്നുകയാണെങ്കിൽ കല്യാണം കഴിക്കാണ്ടിരിക്കുക എന്തോ ചെയ്യുക. അതേപോലെ വയലൻസിക്ക് സാധിക്കത് പോവാണ്ടിരിക്കുക. നമ്മൾ കുറേ വാർത്തകളൊക്കെ കേൾക്കില്ല. സന്തോഷത്തോടെ ജീവിക്കാൻ ശ്രമിക്കുക, സമാധാനത്തോടെ ജീവിക്കാൻ ശ്രമിക്കുക, ഒരാളെ അറിഞ്ഞുകൊണ്ട് ബുദ്ധിമുട്ടിക്കാണ്ടിരിക്കാൻ ശ്രമിക്കുക. നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന തന്നെ ഒരു തരത്തിൽ പറഞ്ഞ ബുദ്ധിമുട്ടിക്കലും വെറുപ്പിക്കലാണ്. ഞങ്ങളുടെ സാധനമല്ല ഉദ്ദേശിച്ച് കല്യാണം കഴിക്കുന്നതിലൂടെ അതുവഴി ഉണ്ടാകുന്ന വയലൻസ് സാധനങ്ങളൊക്കെ ഒഴിവാക്കാൻ ശ്രമിക്കുക. സെറ്റാവില്ല എന്ന് തോന്നുകയാണെങ്കിൽ അത് രമ്യമായ രീതിയിൽ സൗമ്യമായ രീതിയിൽ സംസാരിച്ച് ഓക്കെ ബൈ ഷെയ്ക്കാൻ്റെ അടുത്ത് പോകാനുള്ള ഒരു മെച്യൂരിറ്റി, ഒരു സാഹചര്യം നമുക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് രണ്ടുപേർക്കും, രണ്ട് ഫാമിലികൾക്കും, സമൂഹത്തിന് ഒരുപാട് ഗുണം ചെയ്യും, മാതൃകപരമാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ കല്യാണം കഴിക്കേണ്ടവരൊക്കെ കല്യാണം കഴിക്കുക. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.